ഇവിടെ നിന്ന 2 ആട്ടോ ഡ്രൈവറും തെറിച്ച് അങ്ങ് കിടക്കുന്നു. അതിന്റെ അപ്പുറത്ത് ഈ പെണ്ണ് കിടക്കുന്നു. അയ്യോ, നോക്കിയപ്പോ കാറുകാരൻ കമ്പിയിൽ കൊണ്ട് ഇടിച്ചു പൊത്ത് നിർത്തിയിരിക്കുന്നു. ഒരു പെണ്ണും ചെറുക്കനും ഒത്ത് കമ്പിയുടെ അകത്തൂടെ നടന്നിങ്ങ് കയറി വരുന്നു. തിരിഞ്ഞു നോക്കി ഞാൻ 5 കാലെടുത്ത് വെച്ചില്ല. ഓട്ടോ ഡ്രൈവർ 2 തെറിച്ച്, മക്കള് 2 എവിടെയെന്ന് അറിഞ്ഞുകൂടാ. കാറുകാരെ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി വെച്ചോടും. അല്പസമയത്തിന് മുമ്പ് ഈ വാഹനം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. വാഹനത്തിന് ഒരു തരത്തിലുള്ള തകരാറുമില്ല. ഇവിടെ എത്തിയപ്പോൾ ബ്രേക്കിന് പകരം ഈ വാഹനം ഓടിച്ചിരുന്ന ആള് ആക്സിലേറ്ററിലേക്ക് കാലമർത്തിയതാണ് അപകട കാരണം എന്നാണ് പറയുന്നത്. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ അപ്ലൈ ചെയ്താണ് അത് സാധ്യതയെന്ന് തോന്നുന്നു. ലൈസൻസ് പരിശോധിക്കാനായിട്ട് നോക്കുന്നു. ഇപ്പോൾ അയാൾ അഡ്മിറ്റഡ് ആണ്. അയാളെ പരിശോധിച്ചതിന് ശേഷം നമുക്കത് പറയാനേ കഴിയും. ഇപ്പൊ പറയാൻ കഴിയില്ല. ഇനിയിപ്പോ പരിശോധിച്ച് നോക്കാം ഫർദറായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്. രാവിലെ ചികിത്സ തേടി മോട്ടോർ കമ്മീഷണർ, ഗതാഗത കമ്മീഷണർ CH നാഗരാജു ഈ ആശുപത്രിക്കുള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ വലിയ ശബ്ദം കേട്ട് ഓടി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ വാഹന അപകടം ഉണ്ടായത്. അത്തരത്തിൽ അതായത് വാഹനം ഈ പറയുന്ന വ്യക്തിക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല. അത് ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും വാഹനം ഓടിച്ച് ഈ തിരക്കേറിയ വഴിയിൽ കൂടി വാഹനം ഓടിച്ച് പഠിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 2 പേരും ഇപ്പോൾ കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇത് നഗരത്തെ ഞെട്ടിച്ച വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് 3 ഓട്ടോ ഡ്രൈവർമാർ അവരെ ഇടിച്ച് ഓട്ടം വന്ന സ്ത്രീയെ കൂടെ ഇടിച്ചാണ് ആ പുറകെ കൊണ്ട് ബ്ലഡ് കിടപ്പുണ്ട്. ഈ ഇത്രയും കമ്പി ഇടിച്ച് എയർ ബാഗ് വരെ പൊത്തു പോയി വണ്ടി. അപ്പോൾ അത്രയും വേഗതയല്ലേ. ഇപ്പം മൊത്തം 5 പേർക്ക്. അതിൽ 3 പേര് ഓട്ടോ ഡ്രൈവർമാരാണ്. 3 പേരുടെ നിലയും സീരിയസ് ആണ്. എല്ലാവർക്കും സീരിയസ് തന്നെയാണ്. ഈ സൗണ്ട് എവിടെയെന്ന് പറഞ്ഞാൽ ലോക സൗണ്ടായിരുന്നു. സൗണ്ട് എവിടെയെന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഇവിടെ നിന്ന 2 ആട്ടോ ഡ്രൈവറും തെറിച്ച് അങ്ങ് കിടക്കുന്നു. അതിന്റെ അപ്പുറത്ത് ഈ പെണ്ണ് കിടക്കുന്നു. അയ്യോ, നോക്കിയപ്പോ കാറുകാരൻ കമ്പിയിൽ കൊണ്ട് ഇടിച്ചു പൊത്ത് നിർത്തിയിരിക്കുന്നു. ഈ പരിക്കേറ്റ ഷാഫി, അതുപോലെ സുരേന്ദ്രൻ, പിന്നീട് പരിക്കേറ്റ സ്ത്രീ, അവരുടെ പേര് വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഈ 3 പേരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായ പരിക്കാണ് ഈ 3 പേർക്കും. നേരത്തെ നമുക്ക് ഈ ദൃക്സാക്ഷിയായ ബേബി എന്ന സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ 2 ഓട്ടോ ഡ്രൈവർമാരും തെറിച്ചു വീഴുകയായിരുന്നു. അതിനപ്പുറത്തേക്കാണ് ആ സ്ത്രീ ഈ ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടി, സവാരി വിളിക്കാൻ വേണ്ടി വന്ന ആ സ്ത്രീയാണ് അവരെയും ഇടിച്ച് തെറിപ്പിച്ചത്. അങ്ങനെ 3 പേർക്കാണ് അതീവ ഗുരുതര പരിക്കേറ്റത്. അതോടൊപ്പം ഓട്ടോ ഡ്രൈവറായ കുമാറിനും വളരെ സാരമായ പരിക്കുണ്ട്. അദ്ദേഹവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്ങനെ മൊത്തം 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വട്ടിയൂർക്കാവ് സ്വദേശിയായ AK വിഷ്ണു എന്ന് പറയുന്ന ആളാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം ഒരാൾ കൂടി ഈ വാഹനത്തിലുണ്ടായിരുന്നു. വളരെ വലിയ വേഗത്തിലാണ് ഈ വാഹനം വന്നത് എന്ന് മനസ്സിലാക്കാൻ കാരണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇവിടെ സാമാന്യ ഉയരത്തിലാണ് ഈ നടപ്പാതയുള്ളത്. ആ നടപ്പാതയിൽ ഒരു കൈവരിയുമുണ്ട്. ആ കൈവരി എത്രമാത്രം ആഘാതത്തോടെയാണ് ഇടിച്ച് തകർത്തിരിക്കുന്നത് എന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്.